ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു മഞ്ചൂരിയനാണ് കേട്ടോ കാണിക്കുന്നത്. പല ടൈപ്പിലുള്ള മഞ്ചൂരിയൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മഞ്ചൂരിയനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ചക്കക്കുരുവിൻ്റെ ഒക്കെ സീസണല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ 20 ചക്കക്കുരുവാണ് കേട്ടോ, കുറച്ചളവിൽ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അത് ഞാൻ കുക്കറിൽ ഒരു വിസിൽ വെച്ചിട്ട് വേവിച്ചതാണ്. അത് ഇതുപോലെ നീളത്തിൽ 4 പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾക്ക് എല്ലാ ചക്കക്കുരും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദമാവ്, പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ് കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം, ഇത് മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം. എന്നിട്ട് മാവും ചക്കക്കുരുവും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം. അപ്പോഴേ ഉള്ളൂ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ടായി കിട്ടണം. അപ്പോഴേ നമ്മൾക്ക് പൊരിച്ചെടുക്കുമ്പോൾ മാവ് നല്ല കവറായിട്ട് വരുള്ളൂ. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴേ മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ നമ്മൾക്കത് വേറിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആവും. ഇതുപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഒരു സൈഡ് ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ ഒരു ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം കോൺഫ്ലവറിൻ്റെയും മൈദമാവിൻ്റെയും ഒക്കെ അളവ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഇതാ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇട്ടത് ഇവിടെ റെഡിയായി. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മുഴുവൻ ഞാൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മുഴുവൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പകുതി ക്യാപ്സിക്കാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് 3 കളർ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ 3 കളർ ഉപയോഗിച്ചതാണ്. ഇല്ല, ഒരു കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി വേണം. പിന്നെ ഒരു പകുതി ഉള്ളി വേണം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് വേണം കേട്ടോ. ഒന്നെങ്കിൽ സോസായാലും മതി, അല്ലെങ്കിൽ കെച്ചപ്പായാലും മതി. പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ 3 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ മതി കേട്ടോ. ഇത് ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിന് അധികം വേവുമില്ല, അധികം വേവാനും പാടില്ല. എന്നാലും ഒരു ഹാഫ് കുക്ക് ആവട്ടെ. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാത്രം ഉപ്പിടാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്. അത് കളർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുപ്പ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും വെള്ളം കൂടെ ചേർത്ത് മിക്സ് ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കാരണം കോൺഫ്ലവർ വേവാനുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ. അതെല്ലാം ആ സോസൊക്കെ എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3 മിനിറ്റ് ആയി. നമ്മുടെ ചക്കക്കുരു മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയി കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴത്തെ ചക്കേൻ്റെ സീസണാണ്, അപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.